നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കേന്ദ്ര മുഷാവറ അംഗവും ദാറുൽ ഹുദ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് നേരെ വിവാദ പ്രസ്താവനയുമായി CPM നേതാവ്. ദാറുൽ ഹുദയിൽ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് കീഴിൽ നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള നാടിൻ്റെ ബഹുസ്വരതയ്ക്ക് ഭീഷണിയാകുന്ന സിദ്ധാന്തങ്ങളും പുത്തൻ ആശയങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം T കാർത്തികേയൻ പറഞ്ഞു. ഇതിലൂടെ ഇവർ നാടിനെ കൂടി മലിനമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം മലിനമാക്കുന്നതിനും വയൽ നികത്തുന്നതിനുമെതിരെ ദാറുൽ ഹുദയിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു അധ്യക്ഷ പ്രസംഗം നടത്തിയ കാർത്തികേയൻ വിവാദ പരാമർശം നടത്തിയത്. നാട്ടിൽ പല മതപണ്ഡിതരും ഉണ്ടായിട്ടുണ്ടെന്നും അവരിൽ നിന്നും നാടിൻ്റെ ബഹുസ്വരതയ്ക്ക് കോട്ടം തട്ടുന്ന യാതൊരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ ചില താലിബാനിസ്റ്റുകൾ ഇസ്ലാം മതം ലോകത്തിൽ തന്നെ മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിനായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി മദ്രസ പഠനം നടത്തിയ ആളുകൾ നാടിൻ്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. വളരെ സൗഹാർദ്ദത്തോടുകൂടി ബഹുസ്വരതയോടുകൂടി ജീവിച്ചു വരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ കേരളത്തിലെ സമൂഹം. അതിന് വ്യത്യസ്ത മതസംഘടനകൾ പരമ്പരാഗതമായി നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബഹുസ്വരതയ്ക്ക് കോട്ടം തട്ടുന്ന യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്നാൽ ചില താലിബാനിസ്റ്റുകൾ, അതായത് ലോകത്താകമായി സോഷ്യലിസ്റ്റ് ചേരിയെ തകർക്കുന്നതിനു വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം CIA പാഠശാലയിൽ തയ്യാറാക്കിയിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം, അത് അഫ്ഗാനിസ്ഥാനിലും മറ്റു ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇസ്ലാം എന്ന ഒരു മതം ലോകത്തിനാകെ തന്നെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ആ പഠനം നടത്തിയിട്ടുള്ള ആ ആളുകൾ അത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്കും ആ വിഷയം കൊണ്ടുവരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഒരു ഘടകമാണ്. അതേപോലെ തന്നെ തീവ്ര സഫലിസ്റ്റുകൾ, ആടിനെ വയ്ക്കാൻ പോകുന്നവർ, അവരൊക്കെ തന്നെ ആ ആശയത്തിൻ്റെ ആളുകളാണ്. ആ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ 20 വർഷം വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനം ബഹാവുദ്ദീൻ ഹുദവിയുടെ നേതൃത്വത്തിലൊക്കെ ഇത് വരുന്ന സമയത്ത്, അദ്ദേഹം വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള രൂപത്തിലേക്ക്, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ബഹുസ്വരതയ്ക്ക് കേടുവരുത്തുന്ന രൂപത്തിലുള്ള സിദ്ധാന്തങ്ങളും തിയറികളും പുത്തൻ ആശയങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഈ നാടിനെ കൂടി മലിനമാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു മാർച്ചുമായി രംഗത്ത് വരുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മനുഷ്യനെ ജീവിക്കണം. ഭക്ഷണമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയും. എന്നാൽ വെള്ളമില്ലെങ്കിൽ, ശുദ്ധമായ വായുവില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ പരിസരത്തെ കൊണ്ടുപോവുകയാണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നാളത്തെ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കേന്ദ്രമാണ്. എന്നാൽ ആ കേന്ദ്രം ചെയ്യുന്നത് നേരെ വിപരീതമായിട്ടാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് ആരാണ്? പരിഹാരം കാണേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാർ തന്നെയാണ്. ഒന്നാമത് അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. ഇവിടുത്തെ മാലിന്യത്തിൽപ്പെട്ട് പ്രതിസന്ധിയിലാവുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ മതവിശ്വാസികളിൽപ്പെട്ട ആളുകളും അതിന്റെ ബുദ്ധിമുട്ടിൽ വരുന്നുണ്ട്. അവർക്ക് നീതി ലഭ്യമാകണം. അവർക്ക് സ്വന്തം വീട്ടിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം. അങ്ങനെയുള്ള അവസരം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മാർച്ച് നടത്തുന്നത്. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.